മർക്കോസിന്റെ പുസ്തകം 12-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. സീസറിന് നികുതി കൊടുക്കണമോ? അവനെ വാക്കിൽ കൊടുക്കുന്നതിന് വേണ്ടി കുറെ ഫരിസേയരും ഹെറോദസ് പക്ഷക്കാരും അവർ അവന്റെ അടുത്തേക്ക് അയച്ചു. അവർ വന്ന് അവനോട് പറഞ്ഞു, ഗുരു, നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നെന്നും ഞങ്ങൾ അറിയുന്നു. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? അവരുടെ കാപട്യം മനസ്സിലാക്കി അവൻ പറഞ്ഞു, നിങ്ങൾ എന്തിന് എന്നെ പരീക്ഷിക്കുന്നു? ഒരു ദനാറ എന്റെ അടുത്ത് കൊണ്ടുവരിക, ഞാൻ കാണട്ടെ. അവർ അത് കൊണ്ടുവന്നപ്പോൾ അവൻ ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിന്റേത് എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അവർ അവനെ കുറിച്ച് വിസ്മയിച്ചു. നമ്മുടെ കർത്താവായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചന സന്ദേശത്തിലൂടെ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, മറ്റുള്ളവർ ഈശോയോട് ചോദിച്ച ചോദ്യം, സീസറിന് നികുതി കൊടുക്കണമോ? ഇതാണ് ഈ പാരഗ്രാഫിന്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈശോയെ കൊടുക്കുന്നതിന് വേണ്ടി അവർ ചോദിച്ച ചോദ്യം ഒന്നാമത്തേത്. രണ്ടാമത്തെ മറ്റു ചോദ്യം ഈശോ ഇതിന് മറുപടിയായി നൽകിയ ചോദ്യമാണ്. അതിതാണ്, ആരുടെ രൂപവും ലിഖിതവുമാണ് ഈ ധനാറയില് നിങ്ങൾ കാണുന്നതെന്ന്. ഇന്ന് നമ്മൾ ഈ രണ്ട് ചോദ്യങ്ങളുമാണ് ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ധനാറ അല്ലെങ്കിൽ പൈസ, ഇതാണ് എല്ലാ വസ്തുക്കളുടെയും മൂല്യ നിർണയം. പൈസ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നു, നമുക്ക് സ്വന്തമായി ഉപയോഗിക്കാനൊക്കെ. എല്ലാ വസ്തുക്കളുടെയും മൂല്യനിർണയം ധനാറ, പൈസയാണ്. അതുകൊണ്ട് ഈശോ ഇവിടെ ഒരു ധനാറ എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് ആവശ്യപ്പെടുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തില് ലോക സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം പറയുന്നു, നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന്. അതിനുശേഷം ലോകത്തിലുള്ള സകലത്തിന്റെയും അധിപനാക്കി മനുഷ്യനെ സൃഷ്ടിയുടെ മകുടം എന്നാണ് പറയപ്പെടുന്നതല്ലോ. അപ്പോൾ ദൈവത്തിന്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചതെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. വീണ്ടും ഏശയ്യ 49:16 നമുക്ക് കാണാൻ സാധിക്കും, വചനം പഠിപ്പിക്കുന്നു, ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ചോദ്യം ഇതായിരുന്നു, ഈ ധനാറയില് ആരുടെ രൂപവും ലിഖിതവുമാണെന്ന്. ഈശോ ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, നമ്മളാകുന്ന ധനാറയില് ആരുടെ രൂപവും ലിഖിതവുമാണെന്നാണ്. ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തിന്റെ സാദൃശ്യവും രൂപവുമാണ് എനിക്കുള്ളത്. ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലിഖിതമാണ് ഞാനും നിങ്ങളും. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രമാത്രം അമൂല്യമായിട്ട്, ഏറ്റവും പ്രഷ്യസ് ആയിട്ട്, വാല്യുബിൾ ആയിട്ടാണ് ഈശോ സകല സൃഷ്ടികളുടെയും മേൽ നമുക്ക് ആധിപത്യം നൽകിക്കൊണ്ട് ഏറ്റവും അമൂല്യമായ ധനാറയായിട്ടാണ് നമ്മളെ മാറ്റി നിർത്തിയിരിക്കുന്നത്. മറ്റെല്ലാത്തിന്റെയും മൂല്യം നിർണയിക്കുന്ന ധനാറയാണ് ഞാനും നിങ്ങളും. നമ്മളില് ദൈവത്തിന്റെ ഛായയും ലിഖിതവുമാണുള്ളത്. ഞാൻ ഓർക്കുകയാണ്, ഇന്നലെ ഞാൻ നാട്ടിലേക്ക് എന്റെ അമ്മച്ചിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ അമ്മച്ചി ഒരു സിസ്റ്ററിന്റെ ശവസംസ്കാരത്തിനായിട്ട് ഒരു കോൺവെന്റിലേക്ക് പോയി. അപ്പൊ അമ്മച്ചി എന്നോട് പറയാ, അവിടെ ഏറ്റവും വയസ്സായ പ്രായം ചെന്ന മറ്റൊരു സിസ്റ്റർ അമ്മച്ചിയെ കണ്ടപ്പോൾ അടുത്ത് വന്ന് ചോദിച്ചു, നീ ജോളിയാണോ എന്ന്. അമ്മച്ചിക്ക് അതിശയായി പോയി. അമ്മച്ചി, ഞാൻ ജോളിയുടെ അമ്മച്ചിയാണെന്ന്. പ്രിയപ്പെട്ടവരെ, എനിക്കും വളരെ വളരെ ഞാൻ 1-ാം ക്ലാസ്സിലോ 2-ലോ എന്നെ പഠിപ്പിച്ച ഒരു സിസ്റ്ററായിരുന്നു അത്. ഇത്രയും പ്രായമായിട്ട് വരെയും സിസ്റ്റർ എന്റെ അമ്മച്ചിയെ കണ്ടപ്പോൾ നീ ജോളിയാണോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ തനി അച്ചിൽ വാർത്ത രൂപമാണ് നമ്മള് അപ്പന്റെയും അമ്മയുടെയും ഒക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മള് എത്രമാത്രം
പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും രൂപത്തില്, സാദൃശ്യത്തില്, ഛായയില് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. നമ്മൾ ഇനി രണ്ടാമത്തെ കർത്താവിന്റെ ആ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അതിതായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, സീസറിന് അവർ ചോദിച്ച ഈശോയുടെ നികുതി കൊടുക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നികുതി കൊടുക്കുന്നത് എന്നൊക്കെ. നമുക്കൊക്കെ അറിയാം, നമ്മൾ നികുതി കൊടുക്കുന്നത് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതുവഴി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഓണർഷിപ്പാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ സെയിൽസ് ടാക്സ്, ഇതുമൂലം നമ്മൾ രാഷ്ട്രത്തിനും അതുപോലെ ഗവൺമെന്റിനുമൊക്കെ ആ അധികാരം സ്ഥാപിക്കലാണ്, നമ്മൾ കീഴ്വഴങ്ങുകയാണ്, ആ വിധേയപ്പെടലാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത് വഴി. ഈശോ ഇവിടെ പറയുന്നു സീസറിനുള്ളത് സീസറിന് കൊടുക്കണമെന്ന്. അപ്പോഴ് അധികാരത്തിനും എല്ലാ ഈ ലോകത്തിന്റെ ഇതിനെല്ലാം നമ്മൾ കീഴ്പ്പെടണം എന്ന് തന്നെയാണ് അവർ ഈശോയെ കൊടുക്കാൻ വേണ്ടി ചോദിച്ചിട്ടും ഈശോ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം കൊണ്ട് അതിന് കൃത്യമായ ഉത്തരം ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു. ഇവിടെ നമ്മളും ഇതുപോലെ ഈശോയെ പോലെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മള് ടാക്സ് കൊടുക്കണോന്നുള്ള ചോദ്യം നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. അത് ഗവൺമെന്റിനും മറ്റു ടാക്സുകളും, അതോടൊപ്പം തന്നെ ദൈവത്തിന് നമ്മൾ എന്ത് ടാക്സ് ആണ് കൊടുക്കേണ്ടത്? നമ്മൾ കേട്ടു, നാമാകുന്ന ധനാറ, ദൈവത്തിന്റെ ആ രൂപവും ആ ലിഖിതവും ഒക്കെ അച്ചടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. എന്നാല് പാപം വഴി ഈ ദൈവത്തിന്റെ ഛായയ്ക്ക് ഒരു മങ്ങലേൽക്കപ്പെടുകയായിരുന്നു. പക്ഷേ ദൈവം തന്റെ അനന്തകാരുണ്യത്തില് വലിയൊരു വില കൊടുത്തുകൊണ്ട് വീണ്ടും നമ്മെ നേടിയെടുത്തു. തന്റെ ഏകജാതനെ നൽകിക്കൊണ്ട് ഈ വലിയ വീണ്ടെടുക്കല്, വലിയ വില കൊടുത്ത് നമ്മളെല്ലാവരെയും ദൈവം വീണ്ടെടുത്തിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേലുള്ള, ഞാനും നിങ്ങളുമാകുന്ന ഈ ധനാറയുടെ മേലുള്ള അവകാശം പൂർണ്ണമായും ദൈവത്തിൻ്റെത് മാത്രമാണ്. ഈ ടാക്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ദൈവത്തിന്. യോഹന്നാൻ ശ്ലീഹ 1-ാം ലേഖനത്തില് 5-ാം അധ്യായം 3-ാം തിരുവചനം ഇപ്രകാരം അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുകയെന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് അർത്ഥം. ഏറ്റവും വലിയ കൽപ്പന കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കുക എന്നാണ്. ലവ് വൺ അനദർ. 1-ാം ലേഖനത്തിൽ യോഹന്നാൻ ശ്ലീഹ വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നത് 4-ാം അധ്യായം 20-ാം തിരുവചനം: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നുവെന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മള് കൊടുക്കേണ്ട ആ ടാക്സ് സ്നേഹത്തിന്റെ ഈ ടാക്സ് ആണ്. പരസ്പരം സഹോദരനെ സ്നേഹിക്കുക, ഇതുവഴി ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുക. എപ്പോഴും അനുസരണം, ഈ ഒരു അനുസരണം വഴി മാത്രമേ നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ അവകാശം സ്ഥാപിക്കപ്പെടുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നത് വഴി നമ്മൾ ഈ സ്നേഹത്തിന്റെ ടാക്സ് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ആത്മാവ് നിത്യതയിലേക്ക് ദൈവം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ഈ ആത്മാവിനെ ദൈവത്തിന് അവകാശമുള്ളതാക്കി നമുക്ക് തീർക്കാനായിട്ട് സാധിക്കുന്നു. ഇതായിരുന്നു അവരുടെ ചോദ്യം, സീസറിന് നികുതി കൊടുക്കണമോ എന്ന്. എന്നാൽ കർത്താവ് ഇന്ന് വചനത്തിലൂടെ നമ്മോട് ചോദിക്കുന്നു, ദൈവത്തിന് നികുതി കൊടുക്കണമോ വേണ്ടയോ എന്ന്. തീർച്ചയായിട്ടും എനിക്കും നിങ്ങൾക്കും ഇപ്പോൾ ചിന്തിക്കുമ്പോൾ പറയാൻ സാധിക്കുകയാണ്, ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വീണ്ടെടുപ്പിന്റെ വലിയ വില കൊടുത്തു. ഇത് നഷ്ടപ്പെടുത്താതെ ഈ ടാക്സ്, അത് സ്നേഹത്തിന്റെ, ഒബീഡിയൻസിന്റെ, സബ്മിഷന്റെ വലിയ ടാക്സ്, ഇത് ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പൂർണ്ണ വിധേയത്വം വഴി, കൽപ്പനകൾ പാലിക്കുന്നത് വഴി. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് ഇത് സാധിച്ചു. ഈശോയ്ക്ക് അവർക്ക് കൃത്യമായ മറുപടി ലോകത്തിന് വെളിപ്പെടുത്താൻ സാധിച്ചത് ആത്മാവ് നന്മയും തിന്മയും നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നമുക്കറിയാം, ഇന്നത്തെ ലോകത്തില് ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന്. സാത്താൻ പോലും പ്രഭാവപൂർണനായ മാലാഖയുടെ രൂപം കിട്ടി നമ്മുടെ മുൻപില്, പ്രത്യേകിച്ച് ഈ രാജ്യത്തെല്ലാം നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ സാധിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം, ഞാൻ ദൈവത്തിൻ്റെത് മാത്രമാണ്,
ദൈവത്തിന്റെ ടാക്സ്, ആ ഒബീഡിയൻസിലൂടെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന്, ദൈവത്തോടുള്ള അനുസരണമുള്ള വ്യക്തിയായിട്ട് നമ്മൾ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ നിയമങ്ങൾക്കും അധികാരങ്ങൾക്കും കീഴ്വഴക്കമുള്ളവനായി ഞാൻ തീരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആഗമന കാലത്തില് പിറവി തിരുനാളിനായിട്ട് ഒരുങ്ങുമ്പോൾ ക്രിസ്തു നമ്മില് രൂപപ്പെടുന്നതിനും അതുപോലെ ക്രിസ്തുവിന്റെ സ്വന്തമായിട്ട് നമ്മൾ ഓരോരുത്തരും തീരുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് അമേരിക്ക പോലെയുള്ള ഇങ്ങനത്തെ രാജ്യങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ ഗൈഡൻസ് നമുക്ക് ആവശ്യമാണല്ലോ. നമുക്കിന്ന് പ്രാർത്ഥിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഗൈഡ് ചെയ്യുവാനായിട്ട്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ. അതുപോലെ തിന്മയും നന്മയും മുഖംമൂടി അണിഞ്ഞാലും നമുക്ക് പരിശുദ്ധാത്മാവ് അത് ആ തിരിച്ചറിവ് നൽകും. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളാകുന്ന ധനാറിയിന്മേല് അങ്ങയുടെ തിരുമുഖം ഛായയാണ്, സ്നേഹത്തിന്റെ ഛായയാണ് അങ്ങ് പതിപ്പിച്ചിരിക്കുന്നതല്ലോ. ദൈവമേ, അങ്ങയുടെ ഉള്ളം കൈയിലെ ലിഖിതങ്ങളായിട്ടാണല്ലോ ഞങ്ങളെ അവിടുന്ന് മാറ്റിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണല്ലോ ഞങ്ങളെ അങ്ങ് പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത്. നാഥാ, അങ്ങയുടെ ഈ വിളിക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പൂർണ്ണമായിട്ടും അങ്ങയുടെ സ്വന്തമാക്കണമേ ഞങ്ങളെ. ദൈവമേ, നിമിഷം ഞങ്ങളെ അങ്ങയുടെ മുമ്പിലേക്ക് അടിയറ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ ദൈവമേ അങ്ങ് ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ ആ ഛായയ്ക്ക് മങ്ങൽ വന്നിട്ടുണ്ടെങ്കിൽ, ദൈവമേ ആത്മാവിനെ അയച്ച് നിറയ്ക്കണമേ ഞങ്ങളെ. തിരുരക്തം കൊണ്ട് കഴുകണമേ, പൊതിയണമേ. ഒന്ന് ചേർന്ന് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ നാമത്തിൽ അവിടെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവ്, നിന്റെ അഭിഷേകത്തിന്റെ കരം ഞങ്ങളുടെ മേൽ അവിടുന്ന് വെക്കണം കർത്താവെ. അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലുമാണല്ലോ അവിടെ ഞങ്ങൾ സൃഷ്ടിച്ചത്. ആ അഭിഷേകത്തോടുകൂടി ജീവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് തരണം. ഞങ്ങളെ ഈ സമയം നിന്റെ കരങ്ങളിലേക്ക് ഉയർത്തുന്ന കർത്താവ്, ഒരുപാട് കുറവുകളും ബലഹീനത ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പുതിയ ജീവിതം ഞങ്ങൾക്ക് തുറങ്ങുവാൻ അവിടെ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവിൻ. ഈ ആഗമന കാലത്ത് അങ്ങയുടെ തിരുപ്പിറവിക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ നീ അവിടുന്ന് കാണണമേ. ആത്മീയമായി ഉണരുന്നവർ, അഭിഷേകത്തിൽ നിറയുന്ന വ്യക്തികളും കുടുംബങ്ങളുമാക്കി മാറ്റണമേ. നശ്വരമായതല്ല, അനശ്വരമായ കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുവാനുള്ള കൃപാവരം നൽകണമേ. ക്രിസ്തുമസിനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ബാഹ്യമായി ഒരുപാട് ആഘോഷങ്ങളുടെ പിന്നാലെ പോകാതെ ആത്മീയമായി ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു പിറക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അനുഗ്രഹീതമായ ഒരു ക്രിസ്തുമസ് കാലഘട്ടം ഞങ്ങൾക്ക് തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ചാവറ പിതാവിന്റെ പ്രത്യേക മാധ്യസ്ഥവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.